തെക്കേതല അങ്ങനെ എന്താണല്ലോ. അപ്പം നമ്മുടെ പുഷ്പയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് മക്കളെ. പുഷ്പ 2 നെറുക്കിട കസക്കറായിരിക്കും. ഞാൻ ഇതുവരെ സാധനം കണ്ടിട്ടില്ല. എന്തായാലും വളരെ എക്സ്പെക്റ്റേഷനോടെയാണ് ഞാൻ ഈ സാധനം, വളരെ പ്രതീക്ഷയാണ്, ഭയങ്കര പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ സാധനം കാണാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പുഷ്പയ്ക്ക് കൺഗ്രാജുലേഷനൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് ട്രെയിലർ കാണാൻ ആരംഭിക്കാം. ആദ്യം ആനയുടെ കൂവലൊക്കെ കൂടെയാണ് ഇറങ്ങുന്നത്. സീൻ பணத்து மேல மதிப்பில்ல, பவரை கண்ட பயம் இல்ல. இவ ஆள் மனசுல ஏதோ வலி இருக்கியா? അത് മറ്റേ ബാഹുബലിയിലെ സീനില് മറ്റേ ഇടിച്ച് മറ്റേ കയറൊലിക്കുന്ന ആ സീൻ പോലെ ആയിപ്പോയെന്ന് തോന്നുന്നു അല്ലെ. പുഷ്പ ബാഹുബലി ആ ഒരു സീൻ പോലെ ആയിപ്പോയെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. लेकिन साउंड बहुत बड़ा. ഐക്കൺ സ്റ്റാർ അല്ലു അർജുൻ. നേരത്തെ സ്റ്റൈൽ സ്റ്റാർ ആയിരുന്നു, ഇപ്പൊ നമ്മുടെ അല്ലു അർജുൻ വന്നിട്ട് ഐക്കൺ സ്റ്റാർ ആയിട്ടുണ്ട്. പുഷ്പங்கிறது പേരില്ല, പുഷ്പ ബ്രാൻഡ്. ഓ പുഷ്പ 2 സീൻ മോനെ സീൻ. ഓ ஸ்ரீவள்ளி என் பொண்டாட்டி பெற்ற புருஷன் கேட்டா என்ன ஆகும்னு இந்த உலகம் பார்க்கும். ഷമ്മി ഹീറോടാ, ഹീറോ നമ്മുടെ പകർന്നായി. അപ്പം കലക്കി കേട്ടോ. പകത്ത് ഇതിൽ ഞെരിപ്പായിരിക്കും, മറ്റേല് തന്നെ ലാസ്റ്റ് കുറച്ചാണെങ്കിലും ഞെരിപ്പാണ്. ഒരു സൈക്കോ ക്യാരക്ടറാണ് കേട്ടോ. പാർട്ടി ഇருக்கு പുഷ്പ, സൗണ്ട് പാർട്ടി ഇருக்கு. പാട്ടുള്ള പുഷ്പ அவனுக்கு வர வேண்டிய பைசா ஆனாலும் ஆனாலும் மலைக்கு மேல இருந்தாலும் 7 கடலை தாண்டி இருந்தாலும் போய் அதை எத்துக்குவான். என்ன புஷ்பா காசு அவனோடது. புஷ்பா நான் நேஷனல் நினைச்சியா? ഇന്റർനാഷണൽ. പുഷ്പ 2 ഫയർ തന്നെ അല്ലേ? വൈൽഡ് ഫയർ. ഡിസംബർ 5 പടം കൺഫേമാ. തിയേറ്ററിൽ പോയി തന്നെ പടം കാണും, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. പടം തിയേറ്ററിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യം തന്നെയാണ്. എന്തായാലും പടം അടിപൊളിയാവട്ടെ, ഞെരിക്കട്ടെ എന്നൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എക്സ്പെക്റ്റേഷൻ ഓവറാണ്. ചിലപ്പോൾ ഫസ്റ്റിൻ്റെ അത്ര അങ്ങോട്ട് ഇത് വരാനുള്ളൊരു പോസിബിലിറ്റി കുറവുണ്ട്. ട്രെയിലർ കണ്ടപ്പം കുറേയൊക്കെ ഓവർ ആയിട്ടുള്ളത് പോലെ എവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പം ഫസ്റ്റിൻ്റെ അത്രയും അങ്ങോട്ട് ദഹിച്ചില്ലെങ്കിലും അടിപൊളിയായിരിക്കും. നമുക്ക് തിയേറ്ററിൽ പോയിട്ട് നഷ്ടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പടം എന്തൊക്കെ വന്നാലും. പിന്നെ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുഷ്പയുടെ സ്റ്റാർട്ടിങ്, അവൻ എങ്ങനെയാണ് ഇങ്ങനെ ആകുന്നത്, ആ ഒരു സെറ്റപ്പ് ആയിരുന്നല്ലോ. അതിൻ്റെ അത്രയും ഒരു മാസം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും മാസമായിരിക്കും. പക്ഷേ അത്രയും ചിലപ്പോൾ നമുക്കൊരു ഫീലിങ്സ് കിട്ടിയൊന്നും വരത്തില്ല. എങ്കിലും പടം വേറെ ലെവലായിരിക്കും. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. നമുക്കിനി കൂടുതൽ ഇപ്പം തന്നെ ഇങ്ങ് വാരി വെതറണ്ട. ട്രെയിലർ കണ്ടിട്ട് അത്യാവശ്യം ട്രെയിലർ കൊള്ളാം, അടിപൊളിയായിട്ട് തോന്നി. ഫയർ തന്നെയാണ് ഇപ്പം തെക്കത്തുള്ള. എന്തായാലും ബാക്കി വെയിറ്റ് ആൻഡ് വാച്ച് എന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ചെറുക്കെടുത്ത്